ഇണക്കിളിക്കൂട്ടം ഭാഗം 19. ഒരു വലിയ മൺവെട്ടിയുമായി വരുൺ ഭൂപതിക്കോട്ടയിലെത്തി. ഒന്ന് ചുറ്റും നോക്കിയ ശേഷം അവൻ മൺവെട്ടി കൊണ്ട് അവിടെ ആഞ്ഞു വെട്ടാൻ തുടങ്ങി. ഈ സമയം വരുണിനെ കാണാഞ്ഞ് അനന്ത് അവിടെ എത്തി. അവൻ പതിയെ അവൻ അവിടമാകെ കുഴിവെട്ടിയത് കണ്ട് അനന്ത് അതിശയിച്ചു. അവൻ ചെന്ന് അവനെ പിടിച്ചു. വരുൺ, എന്താ നീ കാണിക്കുന്നത്? നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചത്? അതേടാ, ഭ്രാന്ത് തന്നെ. പണ്ടെങ്ങാണ്ട് ആരോ കുഴിച്ചിട്ട നിധിയെ ചൊല്ലി തുടങ്ങിയതല്ലേ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള പോർവിളി. ഇന്ന് രാത്രി മുഴുവനും ഇവിടെ ആകെ കുഴിക്കണം, എന്നിട്ട് കണ്ടെത്തി കൊടുക്കട്ടെ ആ നിധി. അതോടെ തീരുമല്ല എല്ലാവരുടെയും കൊലവിളി. അതും പറഞ്ഞ് അവൻ വീണ്ടും കുഴിക്കാൻ തുടങ്ങി. ഒരെണ്ണം നിർത്ത്. അത് പറഞ്ഞ് അനന്തവനെ പിടിച്ചു വലിച്ചു. പിടിവലിക്കിടയിൽ ഇരുവരും വീണു. വരുണിൻ്റെ കയ്യിൽ നിന്ന് മൺവെട്ടി തെറിച്ച് താഴെ പോയി. വരുൺ കുഴിയിൽ നിന്ന് കയറി ആ മൺവെട്ടി കേൾക്കാനായി ചെന്നതും അതും എടുത്ത് തിരിച്ച് കുഴിക്കരിക്കയിലെത്തിയതും ആ ഞെട്ടിലോട് പിന്നോട്ട് മാറി. അനന്ത, അവൻ ഭീതിയോടെ വിളിച്ചു. അനന്ത അവൻ്റെ അരികിലേക്ക് വന്നു. എന്താടാ, ദേ നോക്കി. വരുൺ കുഴിയിലേക്ക് ചൂണ്ടി പറഞ്ഞു. അനന്ത കുഴിയിലേക്ക് നോക്കിയത് ഞെട്ടി. അവിടെ ഒരു അസ്ഥികൂടം. ഇരുവരും ഭീതിയോടെ പരസ്പരം നോക്കി. വരുണും അനന്തവും ഈ വിവരം പോലീസിനെ അറിയിച്ചു. CI ജഗനും കൂട്ടരും സംഭവ സ്ഥലത്തെത്തി. വിവരം അറിഞ്ഞ നാട്ടുകാരെല്ലാം തടിച്ചുകൂടി. പോലീസ് ആ അസ്ഥികൂടം പരിശോധനയ്ക്കായി എടുത്തുകൊണ്ടുപോയി. വരുൺ ഭൂപതിക്കോട്ടയിലേക്കായി താമസം. വിനയനുള്ള ചായയുമായി അനു മുറിയിലേക്ക് ചെന്നു. ചാരുകസേരയിലിരുന്നു നല്ല മയക്കത്തിലായിരുന്നു വിനയൻ. വലിമാവ, അവൾ വിളിച്ചു. വിനയൻ ഞെട്ടി ഉണർന്ന് അവളെ നോക്കി. ആ, എന്താ മോളെ, ഇത് ചായ. അവൾ ചായ അയൽക്കുന്നേരെ നീട്ടി. അയാളത് വാങ്ങി. അയാൾക്ക് വല്ലാത്തൊരു ക്ഷീണം പോലെ തോന്നി. ചായ വാങ്ങി കുടിക്കവേ നെഞ്ചിൽ നിന്ന് ചെറിയൊരു വേദന പോലെ തോന്നി. അയാൾ എരിപിരി കൊണ്ടു. എന്തു പറ്റിയില്ലേ മാവ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, നെഞ്ചിലെന്തോ ഒരു വേദന പോലെ. അയാൾ കപ്പും മേശമേൽ വെച്ച് നെഞ്ചിൽ കൈവച്ചു. അനു ഒന്ന് ഞെട്ടി. എന്താ മോളെ വിനയത്തിന് എന്ത് പറ്റി? നകുലിന് സുതയും പരിഭ്രമത്തോടെ ചോദിച്ചു. അറിയില്ല, നെഞ്ചു വേദിക്കുന്നു എന്ന് പറഞ്ഞത് പെട്ടെന്ന് കുഴഞ്ഞു വീണു. അനു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എല്ലാവരും ഞെട്ടി. ഈശ്വര, എല്ലാവരും ഒന്ന് പിടിച്ച് വേഗം ആശുപത്രിയിൽ എത്തിക്കണം, നകുലം പറഞ്ഞു. എല്ലാവരും കൂടി അയാളെ പിടിച്ച് വണ്ടിയിൽ കയറ്റി. ICUവിന് മുന്നിൽ എല്ലാവരും അക്ഷമരായി നിന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നതും എല്ലാവരും ഓടിച്ചെന്നു. ഡോക്ടർ, ചേട്ടൻ എങ്ങനെയുണ്ട്? നകുലൻ ചോദിച്ചു. ഡോക്ടർ അല്പം വിഷമത്തോടെ അവരെ നോക്കി. ഇപ്പോൾ കുഴപ്പമില്ല, കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇല്ലെങ്കിൽ എല്ലാവരും ഞെട്ടി. ഈ അടുത്ത കാലത്ത് ഇദ്ദേഹത്തിന് മനസ്സിന് വല്ലാത്ത പ്രയാസം തോന്നിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ടുണ്ട്? അത് കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. പിന്നെ മനസ്സ് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തോട് പറയുക. മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തോട് പറയരുത്. ഇനിയൊരു സ്ട്രോക്ക് കൂടി വന്നാൽ രക്ഷിക്കാൻ പാടാണ്. എല്ലാവരും പരസ്പരം നോക്കുക. ഇല്ല ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം, നകുലൻ പറഞ്ഞു. ഞങ്ങൾക്ക് വലിയമാമനെ ഒന്ന് കാണാൻ പറ്റുമോ? അനു ചോദിച്ചു. കാണാം, പക്ഷേ അധികം സംസാരിപ്പിക്കരുത്. കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുറത്തിറങ്ങണം. ശരി ഡോക്ടർ. നകുലനും മനോവശികയും അകത്ത് കയറി. ഉപകരണങ്ങൾക്ക് നടുവിൽ കിടക്കുന്ന വിനയനെ അവർ നോക്കി. ഏട്ടാ, ഇടർന്ന ശബ്ദത്തോടെ നകുലൻ വിളിച്ചു. വിനയൻ എന്താ ഞെട്ടി പതിയെ കണ്ണു തുറന്ന് തലചിരിച്ച് അവരെ നോക്കി. അനുവശിക്കും അയാളുടെ അരികിൽ ചെന്നിരുന്ന് കരഞ്ഞു. എനിക്കൊന്നുമില്ല മക്കളെ, നിങ്ങൾക്കറിയാതെ, ആവശ്യത്തോടെ അയാൾ പറഞ്ഞു. അവർ ഇരുവരും കണ്ണു തുടച്ചു. നകുല, അയാൾ വിളിച്ചു. എന്താ ഏട്ടാ? വരുൺ, അവൻ വന്നില്ലേ? ചോദ്യം കേട്ട് മൂവരും ഒന്ന് പകച്ച് പരസ്പരം നോക്കി. എനിക്ക് അവനെ ഒന്ന് കാണണം. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതിനെന്താ, കാണിക്കാലോ, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാൻ വരുന്നേട്ടന് അനു പറഞ്ഞു. അവൻ വരുമോ? വന്നില്ലെങ്കിൽ പിടിച്ചു കെട്ടി കൊണ്ടുവരും ഈ അനുരാധ. അവൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഒന്നുണർന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും വന്നേട്ടൻ മുന്നിലുണ്ട്. ഇത് ഈ അനുരാധ തരുന്ന വാക്ക. അനു അയാളുടെ കൈ മുറുകെ പിടിച്ചു. വിനയൻ പുഞ്ചിരിയോടെ പ്രതീക്ഷയോടെ അവളെ നോക്കി. കുത്തി ഒലിച്ചൊഴുകുന്ന പുഴയുടെ തീരത്തെ വലിയ പാറയ്ക്ക് മുകളിൽ മലർന്നു കിടക്കുകയായിരുന്നു വരുൺ, നീ എന്താ ഈ കാട്ടിൽ നനച്ചു വന്ന് താമസിക്കുന്നത്? അനന്ത് ചോദിച്ചു. വരുൺ എഴുന്നേറ്റ് അവനെ നോക്കി. പിന്നെ ഞാനെന്ത് വേണമെന്ന് നീ പറയുന്നത്? പാതിരാത്രി എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് അതും തന്നെയാണ്.
അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കില്ലേ. നോക്കു വരും, ജനിച്ച് നാൾ മുതൽ ശത്രുവായി കാണുന്ന കുടുംബത്തിലൊരു പെണ്ണിനെ നീ സ്നേഹിക്കുന്നെന്നറിഞ്ഞാൽ ആരായാലും റിയാക്ട് ചെയ്യും. നിൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ അതൊരിക്കലും ഒരു തെറ്റല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഞാൻ പൂമംഗലത്തേക്കില്ല, വളരെ തറപ്പിച്ച് പറഞ്ഞു. അച്ഛൻ മരിക്കാൻ കിടക്കുവാണെന്ന് അറിഞ്ഞാൽ പോലും വരില്ലേ? ചോദ്യം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. അന്ന് ദേഷ്യത്തോക്കെ അവിടേക്ക് വന്നു. നീയോ? നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഒന്നിനുമല്ല, ഭൂപതി ഒന്ന് കാണാൻ വന്നതാ. ഈ അജ്ഞാതവാസം അവസാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് అని പറഞ്ഞു. എന്തിന്? ഞാനിങ്ങോട്ടുമില്ല, എനിക്കാരെയും കാണുകയും വേണ്ട. പാതിരാത്രി എന്നെ ഇണക്കിയിട്ടതാ. ഇനി ആ തറവാടിൻ്റെ പടി ചവിട്ടില്ല ഞാൻ. വരുൺ ഭാഷയോട് പറഞ്ഞു. തറവാട്ടിലേക്കല്ല, ഹോസ്പിറ്റലിലേക്ക് വരേണ്ടത്, സ്വന്തം അച്ഛനെ ഒന്ന് കാണാൻ అని പറഞ്ഞത് കേട്ട് അവനൊന്ന് ഞെട്ടി. എന്ത്? അച്ഛൻ ഹോസ്പിറ്റലാണെന്നോ? എന്താ എന്താ എൻ്റെ അച്ഛന് പറ്റിയത്? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ചെറിയൊരു നെഞ്ചുവേദന. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ അവൾ ഒരു മാത്രം നിർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബോധം വീണപ്പോൾ വന്നേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അമ്മാവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വീക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടാവരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതാണ് ഞാൻ വന്നേട്ടനെ വിളിക്കാൻ വന്നത്. എന്തിനാ വരനേട്ടേ വാശി? അത് സ്വന്തം അച്ഛനോട്. വരനേട്ടനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അന്ന് അങ്ങനെ പറഞ്ഞത്, പെട്ടെന്ന് തോന്നിട്ട് ദേഷ്യത്തിൽ പറഞ്ഞതാ. അതിനുശേഷം അമ്മ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ഒന്ന് മനസ്സ് തുറന്ന് ഒരു വാക്ക് മിണ്ടിയിട്ട് പോലുമില്ല. വരനേട്ടനെ കരുതിയല്ലേ അമ്മാവൻ മറ്റൊരു വിവാഹം പോലും വേണ്ടെന്ന് വെച്ചത്. ഈ കാലം മാത്രത്തെയും വരനേട്ടന് വേണ്ടിയല്ലേ അമ്മാവൻ ജീവിച്ചത്. ആ അമ്മാവനെ വേദനിപ്പിച്ച ദൈവം പൊറുക്കില്ല. വരൻ പൊട്ടിക്കരഞ്ഞു. മതി, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. വരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അനുവും മനതും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. നല്ല മയക്കത്തിലായിരുന്നു വിനയൻ. അനു അയാളുടെ അരികിലേക്ക് ചെന്നു. വല്യമ്മാവ, അവൾ പതിയെ വിളിച്ചു. അയാൾ കണ്ണു തുറന്ന അനുവിനെ നോക്കി. വരൻ വന്നില്ലേ മോളെ? അയാൾ ചോദിച്ചു. അനു പുഞ്ചിരിച്ചു. വല്യമ്മാവൻ്റെ പൊന്നുമോനെ അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി. വിഷമത്തോടെ വരുൺ അയാളുടെ അരികിലേക്ക് വന്നു. മകനെ കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു. അയാൾ സന്തോഷത്തോട് കൈനീട്ടി. ഓലെ! വരുൺ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അരികിലേക്ക് ഓടി വന്നു. അയാളുടെ കൈ പിടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. അച്ഛ, എന്നോട് ക്ഷമിക്കച്ച. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാരമില്ലടാ, ക്ഷമ ചോദിക്കേണ്ടത് ഞാനാ. നിന്നോട് ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. എനിക്ക് കാണാണ്ട പെണ്ണായിട്ടും നീ മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അച്ഛനത് താങ്ങാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സാരമില്ല അച്ഛൻ, എനിക്ക് അച്ഛനോട് ഒരു പിണക്കുമില്ല. അവനെ, നീ എന്നെ വിട്ട് എങ്ങോട്ട് പോവല്ലേ? അൽമാക്ക് എൻ്റെ കൈ മുറുകെ പിടിച്ചു. ഇല്ല അച്ഛ, ഞാൻ അച്ഛനെ വിട്ട് ഇനി എങ്ങും പോവില്ല, സത്യം. അവൻ അച്ഛൻ്റെ കൈ പിടിച്ച് പറഞ്ഞു. വിനയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. വരുൺ വന്നതോടെ വിനയൻ്റെ ആരോഗ്യസ്ഥിതിയിൽ നല്ല പുരോഗതി ഉണ്ടായി. പിറ്റേന്ന് തന്നെ വിനയനെ ഡിസ്ചാർജ് ചെയ്തു. സന്ധ്യയ്ക്ക് നീലകണ്ഠൻ വിനയൻ്റെ അരികിലേക്ക് വന്നു. വിനയ, വരുണിൻ്റെ ഈ പോക്ക് ശരിയല്ല. അവൻ എങ്ങനെയെങ്കിലും ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചേ പറ്റൂ, നീലകണ്ഠൻ പറഞ്ഞു. ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. അവനെ മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കരുതിയേ പറ്റൂ. വിനയനും അല്പം ആശങ്കയോടെ പറഞ്ഞു. അതിനൊരു മാർഗമുണ്ട്. വിനയൻ അച്ഛനെ നോക്കി. വരുണിനെ കൊണ്ട് എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിപ്പിക്കണം. അതേയുള്ളൂ ഇതിനൊരു പരിഹാരം. വിനയൻ എന്തോ ആലോചിച്ചിരുന്നു. ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. വിനയൻ പറഞ്ഞു. ഈ സമയത്ത് നീ പറഞ്ഞ അവനനുസരിക്കും. ഇനി ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല. ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് അവനോട് സംസാരിക്കുന്നുണ്ട്, വിനയൻ പറഞ്ഞു. രാത്രി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തല തോർത്തിക്കായിരുന്നു വരുൺ. അനു അവിടേക്ക് വന്നു. ആഹാ, രാജകുമാരൻ്റെ പള്ളിനീരാട്ട് കഴിഞ്ഞോ? അവൻ തിരിഞ്ഞ് അവളെ നോക്കി. എന്താടി ഈ നേരത്ത്? ഒന്നുമില്ല, രാജകുമാരനോട് മുഖം കാണിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആര്? വല്യമ്മാവൻ. എന്തോ കാര്യമായിട്ട് സംസാരിക്കാനാണെന്നാണ് തോന്നുന്നത്. എല്ലാവരോടും അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് മുറിയിലേക്കല്ലേ, ഞാൻ എല്ലാവരും വിളിച്ചുകൊണ്ട് വരാം. അവന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. വനു എന്താ ആലോചിച്ച് പിന്നെ അച്ഛൻ്റെ മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ ചുവരോട് ചാടിയിരിക്കുകയായിരുന്നു വിനയൻ. വരുൺ മുറിയിലേക്ക് വന്നു. അച്ഛാ, അവൻ വിളിച്ചു. വിനയൻ കണ്ണു തുറന്ന് നോക്കി. നീ വന്നോ? വാ. എന്താ അച്ഛാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്.
അപ്പോഴേക്കും എല്ലാവരും എത്തി. മോനെ, അച്ഛൻ ഇനി എത്ര കാലം ഉണ്ട് എന്ന് അറിയില്ല. ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ നെഞ്ചുവേദന വന്നാൽ അതോടെ അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അച്ഛാ വരും ഷാസിനോട് വിളിച്ചു. എൻ്റെ അച്ഛനൊന്നും വരില്ല. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മോനെ. എനിക്ക് അവസാനമായി ഒരാഗ്രഹമുണ്ട്. അത് നീ സാധിച്ചു തരുമോ? അച്ഛാ പറ മോനെ, നീ സാധിച്ചു തരുമോ? ആ യാചനയോട് ചോദിച്ചു. എന്താ അച്ഛാ പറ, അച്ഛൻ്റെ ആഗ്രഹം എന്തായാലും ഞാൻ സാധിച്ചു തരും. നീ അനുവിനെ വിവാഹം കഴിക്കണം. വിനീൻ പറഞ്ഞത് കേട്ട് അനുവും വരുണും ഞെട്ടി. എല്ലാവരും ആകെ അമ്പരന്ന് അയാളെ നോക്കി. വരുൺ ചാടി എഴുന്നേറ്റു. തുടരും.